സമാധാനമായി ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബേഡ നഗരത്തിൽ ഏലിയൻസ് വന്നിരിക്കുന്നു. പല സ്ഥലങ്ങളും കൊള്ളയടിക്കപ്പെടുന്നു. നോക്കൂ, ഏലിയൻസിന്റെ പുതിയ വീഡിയോ ആണ് ഇത്. ഒരു പ്രേക്ഷകൻ ഇത് അയച്ചു തന്നിരിക്കുകയാണ്. ഇത് നിങ്ങൾ കാണൂ. സ്പേസ്ഷിപ്പ് നഗരത്തിൽ വന്നു കൊള്ളയടിക്കാനും തുടങ്ങി. ജനങ്ങളുടെ ഗതി അതോ ഗതി. വീട്ടിൽ നിന്നും ആരും പുറത്തേക്ക് വരുന്നില്ല. പോലീസുകാർ എവിടെയും പോകാൻ കൂട്ടാക്കുന്നില്ല. ഇനിയിപ്പോ എന്തായിരിക്കും സംഭവിക്കുക? മുത്തശ്ശ, ന്യൂസിൽ ആ ബ്ലാക്ക് കാറ് കണ്ടായിരുന്നോ? സ്പേസ്ഷിപ്പ് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ബ്ലാക്ക് കാറും അതിന്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. പെട്ടെന്ന് ഇവ രണ്ടും കാണാതാകുന്നു. അതെങ്ങനെയാ? ഇവ രണ്ടും തമ്മിൽ എന്താ കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ശിവ, നീ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. ഞാൻ പുറത്തുപോയി ഏലിയനെ ഓട്ടിക്കാനുള്ള പുതിയ രാഗം പാടിക്കൊടുക്കാം. അതോടുകൂടി കണക്ഷൻ പൊട്ടിപ്പോകും. അല്ല, നിങ്ങൾ എങ്ങോട്ടായി പോകുന്നേ? നഗരത്തിൽ ഏലിയൻസ് വന്നൊന്നും കേട്ടിട്ടില്ലേ? ഇപ്പൊ പുറത്തേക്ക് പോകൽ. ഇങ്ങോട്ട് വാ. എന്താ ചെയ്യാ? ഞാന് ടിവിയിൽ കൂടി കാണിച്ചത് ഏലിയൻസ് വന്നത്. എവിടെയാണ് ഈ ഏലിയൻ? പ്രായമായ ഇദ്ദേഹത്തെ ഒന്ന് നോക്കൂ. ഏലിയൻസിന്റെ യാതൊരു പേടിയും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇദ്ദേഹം നോക്കാൻ പോവുകയാണ്. ഒരുപാട് കൊള്ളയടിച്ചു അല്ലേ? ഇനി നിങ്ങളെ ശ്രവണനാശിനി രാഗം കേൾപ്പിക്കാം. എന്റെ ചെവി പൊട്ടിപ്പോകുന്ന തോന്നുന്നത്. വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം. ഓടാടാ ഓടാടാ. എന്റെ അമ്മേ, ഭയങ്കര അതിശയം തന്നെ സംഭവിച്ചിരിക്കുന്നത്. ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടുന്ന് എന്റെ കടയിൽ തന്നെ വന്നിരിക്കണം കേട്ടോ. മുത്തശ്ശൻ ഒരു ഹീറോ ആയി പോയല്ലോ. നിങ്ങൾ കണ്ടില്ലേ? എന്റെ ഗാനം സങ്കടകരമായ കാര്യങ്ങളിൽ ഒരുപാട് പ്രയോജനം ചെയ്യും. അദ്ദേഹം ഒരിക്കലും വരില്ല. അദ്ദേഹം ഭയങ്കര ബിസിയാ ഇപ്പൊ. ഞാൻ പറഞ്ഞില്ലേ, എത്ര പണം തന്നാലും ശരി വരാൻ പറ്റില്ലെന്ന്. ഓഹോ, ഇങ്ങനെ വെറുതെ വിളിച്ച് ശല്യം ചെയ്യല്ലേ. അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. നഗരത്തിലുള്ള ബാങ്കുകാരും മുഴുവനും ജ്വല്ലറിക്കാരും ഒക്കെ നിന്റെ മുത്തശ്ശനെ വിളിക്കുക. മുത്തശ്ശ, നഗരം മുഴുവനും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നു. എന്നോടൊപ്പം വന്നോളൂ. മുത്തശ്ശിനിപ്പോ പ്രൊട്ടക്ഷൻ വളരെ അത്യാവശ്യമാണേ. അല്ല ലെറ്റർ സിംഗ് സാറേ, ഒന്ന് തെളിച്ചു പറഞ്ഞാൽ എന്താ? നിങ്ങക്ക് പ്രൊട്ടക്ഷന്റെ ആവശ്യമുണ്ടെന്ന്. ഓഹോ, അതെ മുത്തശ്ശി, ഞാന് മുത്തശ്ശന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഇതൊക്കെ പറഞ്ഞതേ. ഓക്കെ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ബൈ, സീ യു. വരൂ, നമുക്ക് ആ കുടില് പോയി ഒന്ന് നോക്കാം. ആരെങ്കിലും ഉണ്ടോന്ന്? എനിക്ക് തോന്നുന്നത് ഇവിടെ ആരും ഇല്ലെന്നാണ്. നമുക്ക് അകത്ത് പോയി നോക്കാം. ഈ റാന്തൽ വിളക്ക് കണ്ടോ? ഇതിന് പ്രൈസ് ടാഗ് അങ്ങനെ തന്നെ ഉണ്ടല്ലോ. നോക്കൂ, ഇവിടെ ഉള്ള എല്ലാ സാധനങ്ങളും പുതിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോ ഈ കുടില് കുറച്ചു ദിവസം മുമ്പായിരിക്കും ഇവിടെ പണിതത്. ലഡു സിംഗ് സാറിനെ ഇങ്ങോട്ട് എങ്ങനെയെങ്കിലും വിളിച്ചേ പറ്റൂ. എന്നെ വിളിക്കേണ്ട ആവശ്യം വേണ്ടി വരില്ല ശിവ. ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. നിങ്ങളുടെ പ്രൊട്ടക്ഷൻ വളരെ അത്യാവശ്യമാണല്ലോ. ലഡു സിംഗ് സാറേ, ഈ കുടില് പുതിയതായിട്ട് വെച്ചതാണെന്ന് തോന്നുന്നു. അപ്പൊ ഗ്രാമത്തിലുള്ളവർ ഡ്യൂപ്ലിക്കേറ്റ് ഏലിയനെ ആയിരിക്കും കണ്ടത്. അപ്പൊ അവര് ഏലിയൻസ് അല്ല, നമ്മളെ പോലെ സാധാരണ മനുഷ്യരാണ്. സാറിന് അറിയോ? ശിവ, ഞാനും ഇത് തന്നെയാ നിന്നോട് പറയാൻ വിചാരിച്ചത്. നമ്മള് രണ്ടാളും ഒരുപോലെ തന്നെയാ ചിന്തിക്കുന്നത് അല്ലേ? എന്താ ശിവ,
ഇനി അവന്മാരെ എനിക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയും. സർ, ഞാൻ ഏലിയൻസിന്റെ റെക്കോർഡിംഗ് ന്യൂസിൽ കണ്ടതായിരുന്നു. ഏത് സമയത്തും സ്പേസ്ഷിപ്പിന്റെ പുറകെ തന്നെ ഒരു ബ്ലാക്ക് കാർ ഫോളോ ചെയ്യുകയായിരുന്നു. നിങ്ങൾ ആ ബ്ലാക്ക് കാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കൂ. ഞാൻ സ്പേസ്ഷിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കാം. ഓക്കെ സാർ. ഐ മീൻ ഓക്കെ ശിവ. ഓക്കെ. ഈ കുട്ടി സാധാരണ ആളുകളെക്കാളും ഭയങ്കര ബുദ്ധിമാനാണ്. ഇവൻ എന്തായാലും നമ്മുടെ രഹസ്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. നമ്മൾ ഇവനെ എന്തെങ്കിലും ചെയ്യാൻ സമയമായി. ക്രോധം മനുഷ്യന്റെ ശത്രുവാണ്. ക്രോധം മനുഷ്യന്റെ ശത്രുവാണ്. ശാന്തമായിരിക്കൂ, ശാന്തമായിരിക്കൂ. എനിക്ക് തോന്നുന്നു ഈ അടയാളത്തിന്റെ താഴെ എന്തോ ഒന്നുണ്ടെന്ന്. ശരിക്കും നോക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് ഇത് തുറക്കുകയും ചെയ്യുന്നു, പെട്ടെന്ന് അടയ്ക്കുകയും ചെയ്യുന്നു. എന്തായിരിക്കും ഇത്? അതായത് ഒരു വാതിൽ പോലെ. രവ, ലഡു സിംഗ് സാറിനോട് വേഗം ഇങ്ങോട്ട് വരാൻ പറ. ഇല്ല, അവന് മനസ്സിലായിരിക്കുന്നു. അവനെല്ലാം മനസ്സിലായിരിക്കുന്നു. ഞാൻ അവനെ വെറുതെ വിടില്ല. ഞാൻ അവന്റെ കഥ അവസാനിപ്പിക്കാം. ഞാൻ അവനെ ജീവനോടെ വെച്ചേക്കില്ല. ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത പ്ലാനുകളെല്ലാം നശിപ്പിക്കാൻ സമ്മതിക്കില്ല. ബോസ്, ദേഷ്യം മനുഷ്യരെ നശിപ്പിക്കുന്നല്ല പറഞ്ഞത്. എത്രയെന്ന് വെച്ചാടാ കൺട്രോൾ ചെയ്യാ. വരൂ, വന്ന് എല്ലാരും കഥ ഇന്ന് തന്നെ തീർക്കാം. ക്രോധം മനുഷ്യന്റെ ശത്രുവാണ്. റെഡി, റെഡി, ഗോ. എല്ലാരും വെവ്വേറെ ഡയറക്ഷനിലേക്ക് ഓടിക്കോളൂ. ഹലോ ലഡു സിംഗ് സാർ. ഹലോ, ഇവിടെ 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 നോക്കൂ. ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ. ഞാൻ നിന്റെ കഥ തീർക്കാൻ പോവാണ് കുട്ടോയെ. ഇന്ന് നീ രക്ഷപ്പെടില്ല. Hello, uncle. May I come in? No, you may not come in. ശിവ. അവന്റെ കഥ അവസാനിച്ചു. ശിവ. No, ഇല്ല. ഇവൻ ശരിക്കും മനുഷ്യക്കുട്ടി തന്നെയാണോ? തോൽക്കുന്ന ലക്ഷണമേ ഇല്ലല്ലോ. തലതെറിച്ച ഏലിയൻ. അല്ലല്ല, അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. ഡ്യൂപ്ലിക്കേറ്റ് ഏലിയൻ, യു ആർ അണ്ടർ അറസ്റ്റ്. ഐ ശിവ, താങ്ക് യു വെരി മച്ച്. നിന്റെ അസാധ്യ ധൈര്യം കാരണം ഇവിടെ എല്ലാരും രക്ഷപ്പെട്ടു. താങ്ക് യു. ലഡു സിംഗ് സാറേ, ഇത് എങ്ങനെ സംഭവിച്ചു? ആരാ ചെയ്തത്? ഞാൻ തന്നെ. ഞാൻ എന്റെ സാമർത്ഥ്യവും കൗശലം കൊണ്ടാണ്, എന്റെ കൂർമ്മ ബുദ്ധി പ്രയോഗിച്ച് ഞാൻ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഏലിയൻസിനെ തകർത്ത് തരിപ്പണമാക്കി.
സല്യൂട്ട് മീ. ഹൈ ഫോട്ടോ എടുത്തോളൂ, എന്റെ ഫോട്ടോ എടുത്തോളൂ.